എൻ്റെ നാട്ടിന് കുറച്ച് ഒരു 7 കിലോമീറ്റർ അപ്പുറത്തെ ഒരു വർക്ക്ഷോപ്പിൽ പണിയെടുത്താണ്. വയനാട് ജില്ലയിൽ നമ്മളെ കോറം പിന്നെ ബൈക്കിൻ്റെ ഒക്കെ പണിയെടുക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ വണ്ടിയിലെല്ലാം പണി മൂപ്പറിൻ്റെ എടുക്കൽ അവിടുന്ന് നാട്ടിൽ നിന്ന്. മൂപ്പർ നാട്ടിൽ ലീവിന് വന്നതാണ്. അപ്പോൾ മൂപ്പർ വീട് ഇവിടെ ബോർഡറിൻ്റെ അടുത്താണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഒരു ദിവസം ഇവിടെ സ്റ്റേ അടിച്ചിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഇവിടെ വന്ന് താമസിച്ചു. പിന്നെ ഇതാണ് ബായിൻ്റെ വീട്. പുതിയ വീട് കെട്ടുന്നുണ്ട്, അപ്പുറത്ത് വേറൊരു വീട് കെട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഇതൊക്കെ കെട്ടുന്നത് കട്ടിലൊക്കെ ഇട്ടാന്ന് നമുക്കിത് കിടക്കാൻ വേണ്ടി താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ നല്ല സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ബായിൻ്റെ ബ്രദറുണ്ട്, ഉപ്പുണ്ട്, ഫാദർ. ബായിൻ്റെ ഉപ്പ എന്ന് പറഞ്ഞാൽ ആടിനെ അറക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പരിപാടി. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ വലിയ വീടുകളൊന്നുമല്ല, ചെറിയ ചെറിയ വീടാണ്. ഇതാണെന്നില്ലേ ഇവിടെ താമസിച്ചു. ഇതല്ലേ വാതിലൊക്കെതിരെ ഓടാൻ്റെ ഉള്ളിൽ കൂടെ ചുമര് മണ്ണുകൊണ്ട് മെഴുകിയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവരുടെ വീടിൻ്റെ കാഴ്ചകൾ. ബീഹാറിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബീഹാറിലെ പാറ്റ്നക്കടുത്താണ് കേട്ടോ. പാറ്റ്ന ടൗണിൽ നിന്ന് കുറച്ച് പുറത്താണുള്ളത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് റാഞ്ചിയാണ് കേട്ടോ ഡെസ്റ്റിനേഷന്. അപ്പോൾ നാട്ടിലേക്ക് വന്നുകൊടുക്കുകയാണ്. ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ അടിച്ചത്. ഹൈവേൻ്റെ പണി നടന്നുകൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ താഴെക്കൂടെ പോകുന്നത് കേട്ടോ. ഇനി ജാർഖണ്ഡിലേക്ക് 30 കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ. നമ്മളങ്ങനെ റാഞ്ചി സിറ്റിയിലേക്ക് കടക്കുവാണ്.
നമ്മൾ MS ധോണിയുടെ വീടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റാഞ്ചി ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ജാർഖണ്ഡിലെ ഒരു പ്രധാനപ്പെട്ട ടൗണാണ് റാഞ്ചി. അപ്പോൾ ധോണി എന്ന് പറഞ്ഞാൽ ഒരു ഇതിഹാസമാണ്. ധോണിനെ ഇഷ്ടപ്പെടാൻ കാരണം നമ്മുടെ ഇന്ത്യക്ക് 3 കിരീടം നേടിത്തന്ന ക്യാപ്റ്റനാണ്. അറിയാത്തവർക്കായി പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് വിജയങ്ങൾ, ഒരുപാട് റെക്കോർഡുകളൊക്കെ ധോണിയുടെ പേരിലുണ്ട്. അപ്പം നമ്മൾ MS ധോണിയുടെ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടോ. ഇനി ആകെ 4 കിലോമീറ്റർ അല്ലേ ധോണിയുടെ വീടിൻ്റെ അടുത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ റാഞ്ചി സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് ധോണിയുടെ വീട് കേട്ടോ. ധോണിയെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് പോവാണ്. നമ്മുടെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് പോകുന്നത് ഈ ഒരു വഴിക്കാണ്. അപ്പോൾ ഏതായാലും പോകുമ്പോൾ എന്തായാലും ജസ്റ്റ് ധോണിയുടെ വീടൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ. വീണ്ടും ഒരു മെയിൻ റോഡിലെത്തിയിരിക്കുകയാണ്. ധോണിയുടെ വീട് എത്തിട്ടോ. 1 കിലോമീറ്റർ. MS Dhoni farm house. MS Dhoni there. रोड से सर्विस रोड जो मिलेगा ना, हाँ ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം MS ധോണിയുടെ വീടിൻ്റെ മുമ്പിലാണുള്ളത്. ഇതാണ് MS ധോണിയുടെ വീടിൻ്റെ ഗേറ്റ് കേട്ടോ. ഇത് ഒരുപാട് ആളുകൾ ധോണീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇവരൊക്കെ നിൽക്കുകയാണ്. കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നെയാണ്. ധോണിയെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ധോണീനെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ഭാഗ്യൻ്റെ ആർക്കെങ്കിലും കാണാം, അത്രയേ ഉള്ളൂ. സംഗതി ഒരുപാട് ആളുകൾ ഗേറ്റിൻ്റെ അടുത്ത് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്. പിന്നെ ഇത് റാഞ്ചി സിറ്റിയാണ് കേട്ടോ. റാഞ്ചി സിറ്റിനോട് ചേർത്ത് തന്നെയുള്ള സ്ഥലമാണ് MS ധോണിയുടെ വീട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ. അപ്പോൾ നമ്മൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റാഞ്ചി വഴിയാണ് കേട്ടോ. ശരിക്കും നാട്ടിലേക്ക് ഇറങ്ങുന്നത് ജാർഖണ്ഡ് റാഞ്ചി വഴിയാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഫാൻസ് ഉണ്ടാക്കിയ ഒരു താരം MS ധോണിയാണ്. അപ്പോൾ ധോണിയുടെ വീടൊന്നും കണ്ടിട്ടില്ല, മോശമല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനും ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാണ്.